പറയൂ ഷിയാസ് ഭായ്. ഞാൻ ഇക്ബാൽ വലിവീട്ടിൽ, നാഷണൽ വൈസ് ചെയർമാൻ AICC മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. എൻ്റെ കൂടി പ്രതിഭ വിക്ടർ മധ്യപ്രദേശിൽ നിന്നുള്ള AICCയുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാഷണൽ കോർഡിനേറ്റർ കൂടിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ശ്രീ അനിലുണ്ട്, നമ്മുടെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ. അതുപോലെ തന്നെ ശ്രീ മജീദ് എളമന, അദ്ദേഹം KPCC മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും ദേശീയ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയാണ് കൊച്ചിയിലും വന്നെത്തിയത്. കൊച്ചിയിൽ മത്സരിക്കുന്നത് പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ കൊച്ചിയിലെ ഷിയാസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഞങ്ങളിവിടെ വന്നെത്തിയിരിക്കുന്നത്. ലീഡർഷിപ്പ് കൊച്ചി എറണാകുളം ജില്ലയിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ 3 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു മികച്ച പ്രകടനം തീർച്ചയായിട്ടും ഈ കൊച്ചിയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള കൊച്ചി പോലത്തെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ജയിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളോടും അതുപോലെ തന്നെ മറ്റു മതസ്ഥരോടും നീതി കാണിച്ച ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ദിരാ പ്രിയദർശിനി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഈ മതേതരത്വം എന്ന വാക്ക് ഇന്ത്യയിലെ ഭരണഘടനയിൽ എഴുതി ചേർത്ത ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം 2004 മുതൽ 2014 വരെയുള്ള ഭരണകാലഘട്ടത്തിൽ ശ്രീ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് എന്ന ഒരു സങ്കല്പം തന്നെ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ തലത്തിൽ കൊണ്ടുവരികയും അതിനുശേഷം ഒരു സച്ചാർ കമ്മിറ്റി ന്യൂനപക്ഷ വിഷയങ്ങൾ അവരുടെ ഒരു പിക്ചർ ഇന്ത്യയിൽ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയും അവരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പിക്ചർ നൽകുന്നതിന് വേണ്ടി ധീരമായ ഒരു നടപടിയായിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. കോടിക്കണക്കിന് രൂപയുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രിയിൽ കോടിക്കണക്കിന് രൂപയുടെ അലോട്ട് ചെയ്യുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ മറ്റു വിഭാഗങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ കഠിനമായ പ്രവർത്തനങ്ങളാണ് മൻമോഹൻ സിംഗും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണവും നടത്തിയത്. തീർച്ചയായിട്ടും ഷിയാസിനെ പോലെയുള്ള യുവ രക്തങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ കടന്നു വരുന്നതും അദ്ദേഹത്തെ പോലെ ഈ രാജ്യത്തെ ആളുകൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ നമ്മുടെ ദേശീയ പ്രസ്ഥാനമെന്ന നിലയിൽ ഒരു മതേതരത്വ പ്രസ്ഥാനമെന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ശക്തി പകരുവാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. താങ്ക് യു വെരി മച്ച് സാർ.